രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ദേവന്മാർ വളരെയേറെ ഭക്തിയോടുകൂടിയിട്ട് അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിച്ചു. കരുണാമയനായ ദേവദേവൻ അവരിൽ പ്രസന്നനായിട്ട് അവർക്ക് ശരണമേകി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ വില്ലിനെ അദ്ദേഹം എൻ്റെ വംശത്തിലെ വളരെ മുമ്പ്, ഈ രാജകുടുംബത്തിൽ വളരെ തലമുറകൾക്ക് മുമ്പ് ഈ രാജകുടുംബത്തെ ധന്യനാക്കിയ ദേവരാജന്റെ കരങ്ങളിലേക്ക് പകരുന്നത്. അന്നു മുതൽ ഈ യജ്ഞവേദിയിൽ ഈ വില്ലിനെ സംരക്ഷിച്ചു പോരുന്നു. എല്ലാ ദിവസവും ഇവിടെ രാജാക്കന്മാരായിട്ടുള്ളവർ ആ വില്ലിനെ വിധിപ്രകാരമായിട്ട് പൂജ ചെയ്യുന്നു. പ്രസാദയന്ത ദേവേശം, ദേവന്മാരെ എപ്പോഴാണോ ദേവേശനെ പ്രീതിപ്പെടുത്തിയത് അപ്പോഴാണ് ആ വില്ല് ഇങ്ങനെ ദേവരാധന അദ്ദേഹം നൽകിയത്. അങ്ങനെ ന്യാസമായിട്ടിവിടെ ഇരിക്കുന്ന വില്ലിനെ ഞാനും എൻ്റെ കാരണവന്മാരെ പോലെ, എൻ്റെ അച്ഛനെയും മുത്തച്ഛനെയും ഒക്കെ പോലെ വിധിപ്രകാരം ഭക്തിയോടുകൂടിയിട്ട് എന്നും പൂജിച്ചു പോരുന്നു. അങ്ങനെ ഇരിക്കവേ ഞാൻ അനേകം യജ്ഞങ്ങൾ ഇവിടെ ചെയ്തു. ഒരവസരത്തില് ഞാൻ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഭൂമി ഒരുക്കുകയായിരുന്നു. അന്ന് എനിക്ക് സന്താനങ്ങളില്ല. ആ അവസരത്തിലാണ് ഞാൻ ഈ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഭൂമി ഒരുക്കുന്നത്. എത്രയോ യജ്ഞങ്ങൾ അതേ പ്രകാരത്തിൽ ചെയ്തു. വീണ്ടും അതേപോലെ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ അഥമേ കൃഷതക്ഷേത്രം ലാംഗലാദുദ്ധിതാ തതഃ ക്ഷേത്രം ശോധയതാ ലബ്ധ നാമ്ന സീതേതി വിശ്രുത. ഞാൻ ഈ യജ്ഞം നടത്തേണ്ടതായ ഭൂമിയെ ഭംഗിയായിട്ട് പരിശുദ്ധീകരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് കലപ്പ കൊണ്ട് ഈ മണ്ണ് ഉഴുന്ന അവസരത്തില് ആ കലപ്പച്ചാലിൽ നിന്ന് ഒരു പെൺകുട്ടി ആവിർഭവിച്ചു. അങ്ങനെ കലപ്പച്ചാലിൽ നിന്നിട്ട് ആവിർഭവിച്ചതുകൊണ്ട് സീത എന്ന് ആ പെൺകുട്ടിക്ക് പേരും ഭവിച്ചു. എൻ്റെ മകളായിട്ട് ആ കുഞ്ഞിനെ ഞാൻ വളർത്തി. അത് കഴിഞ്ഞ് എനിക്ക് ഊർമിള എന്നൊരു മകൾ ലഭിച്ചു. അവർ രണ്ടുപേരും വളരെയേറെ ആനന്ദത്തോടു കൂടിയിട്ട് ഞങ്ങൾക്ക് ആനന്ദം പകർന്നുകൊണ്ട്, ലോകത്തിന് ആനന്ദം പകർന്നുകൊണ്ട് ഈ കൊട്ടാരത്തിൽ വളർന്നു വന്നു. എൻ്റെ മകൾക്ക് വിധിപ്രകാരം യോഗ്യനായ ഒരു വരനെ കണ്ടെത്തി ആ വരന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ തോന്നിയതായ ഒരു ആശയം തന്റെ മകളെ വീര്യശുൽക്കയായിട്ട് പ്രഖ്യാപിക്കുക എന്നാണ്. പഴയകാലത്ത് ഭാരതത്തില് വിവാഹം നടക്കുന്ന അവസരത്തിൽ വരന്റെ ആളുകൾ വധുവിന്റെ ആളുകൾക്ക് അവർ ചോദിക്കുന്നതെന്തോ അത് നൽകണം. അതിനാണ് ശുൽക്കം എന്ന് പേര്. അന്ന് വധുവിന്റെ ആളുകൾ വരന്റെ ആളുകൾക്ക് സ്ത്രീധനം കൊടുക്കുന്ന സമ്പ്രദായം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. അത് ബ്രിട്ടീഷ് ഭരണം ഇവിടെ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോ, അത് കഴിഞ്ഞ് അണുകുടുംബങ്ങൾ എന്നൊരു വ്യവസ്ഥ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോ, അന്നത്തെ ആ കാലഘട്ടത്തില് ജോലിയും അതേപോലെ ജീവിക്കാനുള്ള മാർഗവും ഒക്കെ വളരെ ചുരുക്കം ആളുകൾക്ക് കൈവരൂ. അത്ര കണ്ട് ഈ ഭാരതത്തെ ബ്രിട്ടീഷ് സർക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നപ്പോ ജീവിതം വളരെയേറെ ക്ലേശകരമായി തീർന്നു ഭാരതത്തിൽ അന്ന്. ആ അവസരത്തില് ജോലിയുള്ള ആളുകൾക്ക് വളരെയേറെ ഡിമാൻഡ് വന്നു. അങ്ങനെയാണ് ആ സാഹിബിന്റെ സമ്പ്രദായം ഇവിടെ വരുന്നത്, സ്ത്രീധനം എന്നുള്ള സമ്പ്രദായം.
അതിനു മുമ്പ് ആയിരത്താണ്ടുകളായി ഇവിടെ നിലനിന്നു പോന്നിരുന്നത് ശുൽക്കമാണ്. വധുവിന്റെ രക്ഷകർത്താവിന് തനിക്ക് ഇഷ്ടമുള്ളതെന്തോ അത് ശുൽക്കമായിട്ട് ചോദിക്കാം വരന്റെ രക്ഷകർത്താവിനോട്. വരനോ വരന്റെ രക്ഷകർത്താവോ വരന്റെ ബന്ധുജനങ്ങളോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവര് ഈ ചോദിക്കുന്ന ശുൽക്കം വധുവിന്റെ രക്ഷകർത്താവിന് നൽകണം. അത് പിതാവാകാം, അതേപോലെ പിതൃ സഹോദരനാകാം, ജ്യേഷ്ഠഭ്രാതാവാകാം. ഇങ്ങനെ ആ കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ആള്, ആ ആളിന് നൽകണം. അതാണ് ശുൽക്കം. അത് പലരും പലതാണ് ചോദിക്കുക. രാജ്യശുൽക്കം ചോദിക്കും. കേകയൻ ദശരഥനോട് രാജ്യം ശുൽക്കമായി ചോദിച്ചു. നമ്മൾ ഇത് രാമൻ പറഞ്ഞു കേൾക്കും പിന്നീട് അയോധ്യാകാണ്ഡത്തിന്റെ അവസാനം. ചിത്രകൂടത്തിൽ നിന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ അയോധ്യയിലേക്ക് കൊണ്ടുപോയിട്ട് പട്ടാഭിഷേകം ചെയ്യാൻ ആഗ്രഹിച്ച് ഭരതകുമാരൻ തന്റെ ഗുരുജനങ്ങളെയും അമ്മമാരെയും നാട്ടുകാരെയും സർവ സൈന്യത്തെയും രാജകീയമായിട്ടുള്ള എല്ലാ അലങ്കരണങ്ങളെയും കൊണ്ട് ഓടി എത്തിയ അവസരത്തില് ഭരതകുമാരനെ തിരിച്ചയക്കാൻ രാമൻ സ്നേഹമസൃണമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭരതനോടിത്, അല്ലയോ കുഞ്ഞെ, പണ്ട് നിന്റെ അമ്മയെ, എന്റെ അമ്മ തന്നെ കൈകേയി, ആ കൈകേയിയെ ദശരഥ മഹാരാജാവ് നമ്മുടെ പിതാവ് വിവാഹം കഴിക്കുന്ന അവസരത്തില് കൈകേയി അമ്മയുടെ അച്ഛൻ കേകയൻ അദ്ദേഹം രാജ്യം ശുൽക്കം ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഈ രാജ്യം നിനക്ക് അവകാശപ്പെട്ടതാണ്, അച്ഛൻ കൊടുക്കാമെന്നും പറഞ്ഞു. അന്ന് ദശരഥൻ അങ്ങനെ പറയുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ദശരഥന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ല. കൗസല്യ വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു, സുമിത്രയെ വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു, സന്താനങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാമതൊരു വിവാഹം. അപ്പോൾ അതിനൊരു തടസ്സവും ഇല്ല രാജ്യശുൽക്കം പ്രതിജ്ഞ ചെയ്യാൻ. അദ്ദേഹം വാക്കും പറഞ്ഞിരുന്നു. കേകയൻ ഇത് ഒരു നാട്ടുനടപ്പനുസരിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ, അതല്ലാതെ അദ്ദേഹം ഗൗരവമായിട്ട് കാര്യമായെടുത്ത് ചോദിച്ചതല്ല. അതൊക്കെ നമുക്ക് ആ സമയത്ത് വളരെ വിശദമായിട്ട് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇത് ആരോടും കേകയൻ പറഞ്ഞിട്ടുമില്ല. ആകെ ദശരഥനും കേകയനും മാത്രം അറിയണ കാര്യമാണ്, വേറെ ആർക്കും അറിയില്ലായിരുന്നു. കൈകേയിയോട് പോലും പറഞ്ഞില്ല. ഭാവിയിൽ നീ ഈ കാര്യം ദശരഥനെ ഓർമ്മിപ്പിക്കണം, നിന്റെ മകന് രാജ്യം വേണമെന്ന് നീ ആവശ്യപ്പെടണം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇക്കാര്യമേ കൈകേയിയോടേ പറഞ്ഞിട്ടില്ല. മന്ധരയ്ക്ക് പോലും അറിയില്ല, ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെ രാമൻ അറിഞ്ഞു? നിശ്ചയമായിട്ടും ദശരഥൻ രാമനോട് പറഞ്ഞിട്ടുണ്ടാകണം. അഭിഷേകത്തിന്റെ തലേന്ന് രാമനെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ടാകണം. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. രാമനിതറിയാം, രാമനിത് അറിഞ്ഞു, ദശരഥൻ പറഞ്ഞറിഞ്ഞു. പരമരഹസ്യം, ആർക്കും അറിയാത്ത രഹസ്യം. അതുകൊണ്ടാണ് രാമൻ പറഞ്ഞത്, നിനക്ക് അവകാശപ്പെട്ടതാണ്, നീ തിരിച്ചു പോവുക, രാജ്യം പരിപാലിക്കുക. പക്ഷേ ഭരതൻ അത് നിഷേധിച്ചു. ഞാനത് അംഗീകരിക്കില്ല എന്ന്. അത് നമ്മളവിടെ കേൾക്കും. അങ്ങനെ രാജ്യശുൽക്കം കേകയൻ ചോദിച്ചിരുന്നു. ഇതേപോലെ തന്നെ ഇവിടെ സീതാവിവാഹത്തിന്റെ സമയത്ത് ജനക മഹാരാജാവ് സീത വീരശുൽക്കയാണ് എന്ന് ചോദിച്ചു. സീതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് വരുന്ന രാജകുമാരന്മാര് അവരുടെ വീരത തെളിയിക്കണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പരീക്ഷയും വച്ച പരീക്ഷ ഈ ത്രയംബകം എടുത്തുയർത്തുക, അത് കുലയ്ക്കുക എന്നുള്ളതാണ്. ആ പരീക്ഷ ജയിച്ചാൽ ആ ആള് വീരനാണ് എന്നത് നിസ്സംശയം തെളിയുന്നു. അങ്ങനെയുള്ള ആളിന് മാത്രമേ സീതയെ നൽകുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതാണ് ഇവിടെ ജനകൻ ഈ അവസരത്തിലെ വിശ്വാമിത്രനോട് പറയുന്നത്. വീര്യശുൽക്കേമേ കന്യ സ്ഥാപിതേയം അയോനിജ. എന്റെ മകൾ സീത, അവൾ അയോനിജയാണ്, ഭൂമിയിൽ നിന്ന് ലഭിച്ചവളാണ്. ഈ ഭൂമി മൂലപ്രകൃതിയാണ്. മൂലപ്രകൃതിയുടെ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന അത്യന്ത സ്ഥൂലമായ രൂപം, അതാണ് ഈ ഭൂമി.
അങ്ങനെ മൂലപ്രകൃതിയുടെ സന്താനമാണ് സീത എന്ന് വെച്ചാൽ മൂലപ്രകൃതിയുടെ മകളാണ് സീത എന്ന് വെച്ചാൽ മൂലപ്രകൃതിയുടെ തന്നെ അവതാരമാണ് സീത. അതുകൊണ്ടാണ് അയോനിജയാണ് ഈ ഭൂമി യജ്ഞത്തിനു വേണ്ടിയിട്ട് ജനകൻ ഉഴുന്ന അവസരത്തിൽ കലപ്പച്ചാലിൽ നിന്ന് ജനിച്ചവളാണ് എന്ന് വാൽമീകിയുടെ രാമായണത്തിൽ വാൽമീകി നമ്മെ കേൾപ്പിക്കുന്നത്. ശ്രീരാമൻ മനുഷ്യനല്ല എന്ന് എത്രയോ സന്ദർഭങ്ങളിലൂടെ വാൽമീകി തുറന്നു കാട്ടുന്നു. ഇതാ സീതാദേവിയും മനുഷ്യ സ്ത്രീ അല്ല, സീതാദേവി അയോനിജയാണ്, ഭൂമിപുത്രിയാണ്, മൂലപ്രകൃതിയുടെ തന്നെ അവതാരമാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. സീത ഒരു സാധാരണ മനുഷ്യ സ്ത്രീ അല്ല എന്ന് ഇതിൽ പരം വ്യക്തമായിട്ട് പിന്നെ എങ്ങനെയാണ് കാവ്യാത്മകമായിട്ട് പറയുക? എല്ലാം കാവ്യാത്മകമായിട്ട് ഈ ശാസ്ത്രത്തെ മുഴുവൻ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നു. അങ്ങനെ അയോനിജയായിരിക്കുന്ന എന്റെ മകൾ സീത, അവൾ വീര്യശുൽക്കയാണ് എന്ന് അന്ന് തന്നെ ഞാൻ നിശ്ചയിച്ചു. അത് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഭൂമിയിൽ നിന്ന് ജനിച്ച എന്റെ മകൾ വളർന്നു വരുമ്പോ അവളെ വിവാഹം കഴിക്കാനായിട്ട് അനേകം ആളുകൾ, രാജാക്കന്മാർ, രാജകുമാരന്മാർ അഭ്യർത്ഥനയുമായിട്ട് എന്റെ സമീപത്തേക്ക് വന്നു. പരയാമാസു രാഗത്യ രാജാനോ മുനിപുങ്കവ. അരേ മഹർഷി ശ്രേഷ്ഠ, അനേകം രാജാക്കന്മാര് ഇവിടെ വന്നിട്ട് എന്നോട് നേരിട്ട് അഭ്യർത്ഥിച്ചു സീതയെ വിവാഹം കഴിച്ചു തരണം എന്നിങ്ങനെ. അപ്പോ ഞാൻ അവരോട് പറഞ്ഞത് സീത വീര്യശുൽക്കയാണ് എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പരീക്ഷയുണ്ട് ഇവിടെ. എന്താ ആ പരീക്ഷ? അത് ഈ ത്രയംബകം എന്നുള്ളതായ ഈ വില്ലിനെ എടുത്ത് കുലയേറ്റുക എന്നുള്ളതാണ്. തേഷാം ജിജ്ഞാസമാനാനാം ശൈവം ധനുരുപാഹൃതം. അതായത് വീര്യശുൽക്കയാണ് സീതയെന്ന് പ്രഖ്യാപിച്ചല്ലോ, അതിന് പരീക്ഷ അങ്ങ് വെച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീരത തെളിയിക്കുക എന്ന് രാജാക്കന്മാര് ഒരുമിച്ച് എന്നോട് ചോദിക്കുമ്പോ ഞാൻ അവരോട് പറഞ്ഞു, എന്റെ ഈ പവിത്രമായിരിക്കുന്ന പൂജാവേദിയില് തലമുറകളായിട്ട് എന്റെ അച്ഛനും മുത്തശ്ശന്മാരും എല്ലാവരും സൂക്ഷിച്ചിരിക്കുന്നതായ ഈ വില്ല്, അതാണ് പരീക്ഷ. ആ വില്ലെടുക്കണം, അത് കുലയ്ക്കണം, ഞാണേറ്റണം. അപ്പോ അവർ പലരും കരുതി ഇതവർക്ക് ക്ഷിപ്രസാധ്യമാണ് എന്ന്. പക്ഷേ നശേകുർ ഗ്രഹണേ തസ്യ ധനുഷസ്തോലനേ വിവ. ആ വില്ല് എടുക്കാൻ അവർക്ക് ആർക്കും തന്നെ ആയില്ല. ആ വില്ല് ഉയർത്താൻ അവർക്ക് ആർക്കും ആയില്ല. ആ വില്ലില് ഞാണേറ്റുന്ന കാര്യം പിന്നെയല്ലേ, അതും ആർക്കും സാധിച്ചില്ല. അതിനെ ചലിപ്പിക്കാൻ പോലും ആർക്കും സാധിച്ചില്ല. അപ്പോഴേക്കും അവരെല്ലാവരും നിരാശരായിട്ട് മടങ്ങേണ്ടി വന്നു. എല്ലാവരും നിരാശരായി മടങ്ങി. അവർക്ക് എല്ലാവർക്കും കോപമുണ്ടായി, അപമാനഭാരവും ഉണ്ടായി. അങ്ങനെ ഈ ഭാരതഖണ്ഡത്തിലുള്ള രാജാക്കന്മാരെല്ലാം നിരാശരാകുമ്പോൾ അവർ ഒരുമിച്ച് ചേർന്നു. ഒരുമിച്ച് കൂടിയിട്ട് ഈ ജനകനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചു.